ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സം ഫോമുല വരെയാണ് പറഞ്ഞു നിർത്തിയത്. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടു. സം ഫോമുലയിൽ 4 റിസൾട്ടാണുള്ളത്. അതിൽ ഒന്നാമത്തെ റിസൾട്ട് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സെക്കൻഡ് റിസൾട്ട് സൈൻ എക്സ് മൈനസ് സൈൻ വൈ is equal to 2 cos x plus y by 2 into sin x minus y by 2. Third result cos x plus cos y is equal to 2 cos x plus y by 2 into cos x minus y by 2. And last one, cos x minus cos y is equal to minus 2 sin x plus y by 2 into sin x minus y by 2. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിയിലെ ഐഡൻറ്റിറ്റീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മളൊന്നുണ്ട് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിനകത്ത് ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടാണ് ബാക്കിയുള്ളത്, ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസും അതിൻ്റെ സൊല്യൂഷൻസും. 5 ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്. അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. നമുക്ക് ഒന്ന് രണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് പ്രോബ്ലംസും കണ്ടിട്ട് ആ ലാസ്റ്റ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ cos 7x plus cos 5x divided by sin 7x minus sin 5x equal to cot x എന്ന് പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമാണ്, എല്ലാവരുടെയും കൈ കാണും. ഇത് ന്യൂമറേറ്ററിൽ കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ റിസൾട്ടും ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ റിസൾട്ടും അപ്ലൈ ചെയ്താൽ മതി. വരെ ഇങ്ങനെ വരും. ന്യൂമറേറ്ററിൽ 2 കോസ് 7x പ്ലസ് 5x ബൈ 2 ഇൻറ്റു കോസ് 7x മൈനസ് 5x ബൈ 2 ആവും. ഡിനോമിനേറ്ററിൽ 2 കോസ് 7x പ്ലസ് 5x ബൈ 2 ഇൻറ്റു സൈൻ 7x മൈനസ് 5x ബൈ 2 എന്നാവും. അതിൽ 2 ക്യാൻസൽ ആവും. അതുപോലെ സെയിം ആയിട്ടുള്ള ആംഗിൾ വരുന്ന റേഷ്യോ ഏതാ വരുന്നത്? ആദ്യത്തെ കോസ് 6x വരും. ന്യൂമറേറ്ററിൽ ഒരു കോസ് 6x ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു കോസ് 6x ഉണ്ട്. ഇത് ക്യാൻസൽ ആവും. പിന്നെ ബാക്കിയുള്ളത് കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ്. നമുക്ക് റൈറ്റ് സൈഡ് കിട്ടി. LHS തുടങ്ങി RHS എൻഡ് ചെയ്തു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ 15 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിൽ ഏതെങ്കിലും വെച്ചിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. ഒരു റിഡക്ഷൻ ഫോമുല വെച്ച് നമുക്കിത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കാരണം 15 വേണമെങ്കിൽ സൈൻ ഓഫ് 90 മൈനസ് 75 എന്ന് എഴുതാം. പക്ഷേ 75 ഒരു നോൺ ആംഗിൾ അല്ല. അതുകൊണ്ട് നമുക്ക് 2 നോൺ ആംഗിളുമായിട്ട് കണക്ട് ചെയ്തതിനെ എഴുതാൻ പറ്റുന്നത് 45 മൈനസ് 30 എന്ന് എഴുതാം. ഒരു സൈൻ ഓഫ് 45 മൈനസ് 30 സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്താൽ ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതിൻ്റെ ആൻസർ വരുമ്പോൾ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. 45 30 നോൺ ആംഗിളാണ്. സൈൻ 45 കോസ് 30 കോസ് 45 സൈൻ 30 ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്കറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. √3 മൈനസ് 1 ബൈ 2 √1 ആവും അതിൻ്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ പ്രൂവ് ദാറ്റ് കോസ് ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു √2 കോസ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതും കോസ് എക്സ് പ്ലസ് കോസ് വൈ ഫോമാണ്. രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇത് ഡയറക്റ്റ് സം ഫോമുല അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോമുലയുടെ റൈറ്റ് സൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. സം ഫോമുല നമ്മൾ അപ്ലൈ ചെയ്താൽ കോസ് എക്സ് പ്ലസ് കോസ് വൈ ഫോമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4 പ്ലസ് എക്സും വൈയുടെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സും ആണെന്ന് ഓർത്തോണം. ആ ഒരു ചേഞ്ച് വരും. LHS തുടങ്ങിക്കഴിഞ്ഞാൽ കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ റിസൾട്ട് അപ്ലൈ ചെയ്താൽ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2 എന്നാവും. അപ്പോൾ എക്സ് ഇത് മൊത്തം എക്സ് ആണ്. പൈ ബൈ 4 പ്ലസ് എക്സ് കംപ്ലീറ്റ് എക്സ് ആണ്. പൈ ബൈ 4 മൈനസ് എക്സ് ആണ് വൈയുടെ പ്ലേസിൽ. ഇത്രയും വൈ ആയിട്ട് കൊടുത്തോണം. ഒരു എക്സ് പ്ലസ് വൈ ബൈ 2 ഇവിടെ അതുപോലെ എക്സ് മൈനസ് വൈ ബൈ 2 എന്നാവും. അപ്പോൾ ഇതിനകത്ത് ഈ നെഗറ്റീവ് ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കുമ്പോൾ ഇത് മൈനസ് പൈ ബൈ 4ഉം പ്ലസ് എക്സ് എന്നാവും. അതിൽ മൈനസ് പൈ ബൈ 4ഉം പ്ലസ് പൈ ബൈ 4ഉം വെട്ടിപ്പോവും. എക്സ് പ്ലസ് എക്സ് 2x ബൈ 2 ഇവിടെ എക്സ് എന്ന് വരും. ഇതിനകത്താകുമ്പം എക്സും മൈനസ് എക്സും ക്യാൻസലാവും. പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 2 ഇൻറ്റു പൈ ബൈ 4 അതിൽ 2 വെട്ടിപ്പോയിട്ട് കോസ് പൈ ബൈ 4 എന്നാവും. ആൻസർ 2 കോസ് പൈ ബൈ 4 ഇൻറ്റു കോസ് എക്സ് ആയി. കോസ് എക്സിൻ്റെ കോസ് പൈ ബൈ 4ൻ്റെ വാല്യൂ നമുക്കറിയാം. കോസ് 45 1 ബൈ √2 കൊടുത്താൽ 2 ഇൻറ്റു 1 ബൈ √2 വരും. √2 2 വെട്ടിപ്പോയിട്ട് √2 ന്യൂമറേറ്ററിലാവും. ആൻസർ ഈസ് √2 കോസ് എക്സ്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി വേറൊരു പ്രോബ്ലമാണ്. ഇത് പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്, ശ്രദ്ധിച്ച് വേണം.
ഡയറക്റ്റ് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്തല്ല. അതല്ല, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ LHS തുടങ്ങി RHSലോട്ട് പോകാനോ ഇതിൽ നിന്ന് RHS നിന്ന് LHSലേക്ക് വരാനോ ബുദ്ധിമുട്ടാണ്. ഒരു തുടങ്ങുന്ന സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ ടെക്സ്റ്റിനകത്ത് എക്സാമ്പിളായിട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ tan 3x സ്റ്റാർട്ട് ചെയ്യും. tan 3x നമുക്കൊരു ഐഡൻറ്റിറ്റി ഒന്നുമില്ല, പക്ഷേ അതിന് നമ്മൾ ആ 3x എന്നുള്ളതിന് 2x + x എന്നൊരു ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് tan 3x സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനെ നമുക്ക് tan of 2x + x എന്ന് എഴുതാം. ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ tan of x + y എന്നൊരു ഐഡൻറ്റിറ്റി വന്നിട്ടുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് 2x വൈയുടെ സ്ഥാനത്ത് x ആണെന്നേ ഉള്ളൂ. tan of x + y എന്നുള്ള ഐഡൻറ്റിറ്റി റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? റൈറ്റ് സൈഡ് tan x + tan y by 1 - tan x tan y എന്നാവും റൈറ്റ് സൈഡ്. tan 3x = tan 2x + tan x by 1 - tan 2x into tan x നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം tan 3x into 1 - tan 2x tan x = റൈറ്റ് സൈഡിൽ ഇനി tan 2x + tan x ഉള്ളൂ. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് tan 3x ബ്രാക്കറ്റിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ tan 3x into 1 tan 3x minus tan 3x into tan 2x into tan x equal to tan 2x plus tan x എന്നാവും. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. പ്രൂവ് ചെയ്യേണ്ടപ്പോൾ ഒരു സൈഡിൽ വേണ്ടത് tan 3x tan 2x tan x അതിവിടെ കിടപ്പുണ്ടേ, ഒരു നെഗറ്റീവ് ഉണ്ടെന്നേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ഇത്രയും ടേംസ്. അതിൽ ഒന്നിലൊരു കാര്യം ചെയ്യുക, ഈ രണ്ട് ടൈം റൈറ്റ് സൈഡിൽ കിടക്കുന്ന രണ്ട് ടൈം ലെഫ്റ്റിലേക്കും ഈ ടൈം അങ്ങ് റൈറ്റിലേക്കും കൊണ്ടുപോയാൽ നമുക്ക് ആൻസർ ആവും. ഇത് ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി tan 3x കിടപ്പുണ്ട്. tan 2x ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -tan 2x ആവും. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു ടൈം അതാണ്. tan x ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -tan x ആവും. എന്നിട്ട് -tan x വേണം. ഇനി ഈ ടൈം അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അതിന് -tan 3x tan 2x tan x റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ആവും. +tan 3x tan 2x tan x ആവും. ആൻസറായി tan 3x tan 2x tan x = tan 3x - tan 2x - tan x. ഇതാണ് ഇതിനകത്തെ പ്രോബ്ലംസ്. ഇനി ആ എക്സസൈസിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്താണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ആ ലാസ്റ്റ് പോർഷൻ ഒന്ന് പറയാം. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് 5 ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ 5ൻ്റെയും സൊല്യൂഷൻസ് കാണാൻ പഠിക്കണം. അത് വെച്ചിട്ടുള്ളൊരു എക്സസൈസ് ഇവിടെ ലാസ്റ്റിലുണ്ട്. ഒരു 6-7 പ്രോബ്ലംസ് അതിനകത്തുള്ളൂ. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. എന്താണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷന് 2 തരം സൊല്യൂഷൻസ് ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് ഇൻവോൾവിങ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് എ വേരിയബിൾ ആർ കോൾഡ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ax² + bx + c = 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. അതേപോലെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു വേരിയബിൾ കാണും, എക്സ് അല്ലെങ്കിൽ വൈ, അതൊരു വേരിയബിൾ കാണും. ആ വേരിയബിളിൻ്റെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷനാണ്. ഒരു ഈക്വൽ ടു സിമ്പിൾ കാണും. എന്നുവെച്ചാൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷന് ഈക്വൽ ടു സിമ്പിളൂടെ വരുമ്പോഴാണ് അതിന് ഇക്വേഷൻ വിളിക്കുന്നത്. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത ഒരു വേരിയബിളിൻ്റെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് കാണും. ഇപ്പോൾ sin x എന്നോ cos x, എക്സ് എന്ന വേരിയബിളിൻ്റെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് sin x cos x sin² x അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടേംസ് കാണും. അത്തരത്തിലുള്ളൊരു ഇക്വേഷനെയാണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിന് 2 തരം സൊല്യൂഷൻസാണുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ സൊല്യൂഷനും 2 ജനറൽ സൊല്യൂഷനും. പ്രിൻസിപ്പൽ സൊല്യൂഷൻ്റെ പ്രത്യേകത 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കായിരിക്കണം എക്സിൻ്റെ വാല്യൂ എങ്കിൽ. അതിൽ 2π വരാൻ പാടില്ല. 0 <= x <= 2π. ഒരു റെവല്യൂഷനകത്ത് 0യിൽ തുടങ്ങി ഇങ്ങനെ കറങ്ങി 2πയ്ക്ക് തൊട്ട് മുമ്പ് സ്റ്റോപ്പ് ചെയ്തു എങ്കിൽ അത്തരം സൊല്യൂഷൻസിനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ വിളിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് n എന്നൊരു ടേം കാണും. ഇൻറ്റീജർ എന്നുള്ള കൺസെപ്റ്റ്, അതായത് എക്സ്പ്രഷൻ ഇൻവോൾവിങ് ഇൻറ്റീജർ n വിച്ച് ഗീവ്സ് ഓൾ സൊല്യൂഷൻസ് ഓഫ് എ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഈസ് കോൾഡ് ജനറൽ സൊല്യൂഷൻ. അന്നേരം ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക, ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണെന്ന് ഓർക്കുക. അന്നേരം 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് വരുന്ന സൊല്യൂഷനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് പഠിക്കുമ്പം ആ സൊല്യൂഷൻസിലെല്ലാം n എന്നൊരു ടൈം കാണും. അതായത് ജനറൽ സൊല്യൂഷനാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നിങ്ങളിത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കണം. n ഓരോ വാല്യൂസ് കൊടുത്താൽ മതി. 0, 1, 2 എന്നൊക്കെ കൊടുത്ത് 0യ്ക്കും 2πയ്ക്കും അകത്തുള്ള വാല്യൂസ് സെലക്ട് ചെയ്തെടുക്കണം. അതിനകത്ത് നമ്മൾ
ഒന്നാമത്തെ ട്രിഗ്നോമെട്രി ഇക്വേഷൻ ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒരു യൂണിറ്റ് സർക്കിൾ പഠിച്ചപ്പം പറഞ്ഞാണ്. സൈൻ എക്സ് ഈക്വൽ 0 ആണ് ഫസ്റ്റ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്നുള്ളൊരു ലോജിക്കാണ്. രണ്ടാമത്തെ ട്രിഗ്നോമെട്രി ഇക്വേഷൻ കോസ് എക്സ് ഈക്വൽ 0 ആണ്. അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു പൈ ബൈ 2 ആണ്, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. ഇത് രണ്ടും നമ്മൾ ആ യൂണിറ്റ് സർക്കിളിൽ നിന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് കാണും. ഒന്ന് സൈൻ എക്സ് ഈക്വൽ 0 ആണ്, അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ. രണ്ടാമത്തെ കോസ് എക്സ് ഈക്വൽ 0, അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു പൈ ബൈ 2, അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 എന്നുള്ള ലോജിക്കാണ്. ഇനി അടുത്ത തിയറം, അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് 5 എണ്ണമാണ് ഉള്ളത്. അതിലിപ്പോൾ 2 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി 3 എണ്ണങ്ങളുണ്ട്. അതിനകത്ത് ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ളൊരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഉണ്ട്. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് പറഞ്ഞുകൊണ്ട്, ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു 3 എണ്ണം ഇപ്പോൾ ഈ സെക്ഷനിൽ പഠിക്കുന്നു. 2 എണ്ണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം കൂടെ ചേർത്ത് 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ആണ് ഇപ്പം പറയുന്നത്. അതിൻ്റെ സൊല്യൂഷൻ ഓർത്ത് നോക്കുക. sin x equal to sin y implies x is equal to n pi plus minus 1 raised to n into y, where n belongs to z. ഇതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ളത്. അത് ഓർത്ത് നോക്കുക. sin x equal to sin y യുടെ സൊല്യൂഷൻ കാണാൻ പഠിച്ച് നോക്കണം. x is equal to n pi plus minus 1 raised to n into y, n pi plus minus 1 raised to n into y, where n belongs to z. അതിനകത്ത് ഇത് ഓരോ പ്രോബ്ലം വരുമ്പോൾ എക്സ് മാറും, വൈ മാറും, ബാക്കിക്കൊന്നും ഒരു ചേഞ്ച് വരുത്തരുത്. എൻ പൈ അവിടെ കാണണം, പ്ലസ് അവിടെ ഉണ്ട്, -1/n ഉണ്ട്. ഈ വൈ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലെ ആംഗിൾ ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന വേരിയബിൾ ആയിരിക്കും. ഇവിടെ വരുന്ന വേരിയബിൾ എന്താണ്, അതാണ് ഈ ലെഫ്റ്റ് സൈഡ് വരുന്നത്. റൈറ്റ് സൈഡ് വരുന്ന ആംഗിളാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്, വൈയുടെ പ്ലേസിൽ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണ്. അതിൻ്റെ സൊല്യൂഷൻ ഓർക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 2n pi plus or minus y. cos x equal to cos y യുടെ സൊല്യൂഷൻ x is equal to 2n pi plus or minus y, where n belongs to z. അടുത്തത് tan x equal to tan y ആണ്. തിയറം 3. tan x equal to tan y യുടെ സൊല്യൂഷൻ x is equal to n pi plus y, where n belongs to z. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിക്കണമെന്നില്ല. ഇതിൻ്റെ പ്രൂഫൊക്കെ ടെക്സ്റ്റിനകത്ത് വർക്ക്ഡ് ഔട്ടായിട്ട് കിടപ്പുണ്ട്. സം ഫോമിലേക്ക് വെച്ച് ചെയ്യുന്ന പ്രൂഫാണ്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളുക. ഈ 3 എണ്ണം സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ, കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ, ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ. ഇവിടാകുമ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ തിയറി പാർട്ട് തീർന്നു. പിന്നുള്ളത് സപ്ലിമെൻ്ററി പോർഷനിലൊരു 2 കാര്യങ്ങളുണ്ട്. സൈൻ ഫോമിലേക്ക് അത് നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അന്നേരം മെയിൻ പാർട്ടിലെ പോർഷൻസ് തീർന്നു. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസും അതിൻ്റെ സൊല്യൂഷൻസും. 5 ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഉണ്ട്. 2 എണ്ണം നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഒന്ന് സൈൻ എക്സ് ഈക്വൽ 0, സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ. കോസ് എക്സ് ഈക്വൽ 0, സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു പൈ ബൈ 2, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 എന്നുള്ളതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ സെക്ഷനിലുള്ള 3 എണ്ണം സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ആണ്. അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 raised to n into y. cos x equal to cos y യുടെ സൊല്യൂഷൻ x is equal to 2n pi plus or minus y. And last one, tan x equal to tan y, solution is x is equal to n pi plus y. ഇനി നമുക്ക് അതിൻ്റെ 1-2 പ്രോബ്ലംസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാമത്തെ അവർ ചോദിച്ചിരിക്കുന്നത് സോൾവ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -√3/2 എന്നാണ്. സൈൻ എക്സ് ഈക്വൽ ടു -√3/2 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതിനെ സൈൻ എക്സ് വെച്ച് 2 എണ്ണം ഉണ്ട്. ഒന്ന് സൈൻ എക്സ് ഈക്വൽ 0 ഉണ്ട്, 2 സൈൻ എക്സ് ഈക്വൽ സൈൻ വൈ ഉണ്ട്. ഇതെന്തായാലും സൈൻ എക്സ് ഈക്വൽ 0 ഫോം അല്ല. അതായത് നമ്മളിതിനെ സൈൻ എക്സ് ഈക്വൽ സൈൻ വൈ ഫോമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. റൈറ്റ് സൈഡിലൂടെ നമുക്കൊരു സൈൻ കൊണ്ടുവരണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഞാനിവിടെ തുടങ്ങി സൈൻ എക്സ് ഈക്വൽ ടു -√3/2 തുടങ്ങി, വിച്ച് ഇംപ്ലൈസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു √3/2 നമുക്കറിയാം സൈൻ പൈ ബൈ 3 ആണ് അല്ലേ. സൈൻ 60യുടെ വാല്യൂ ആണ് √3/2, സൈൻ 30 1/2 ആണ്. ഞാൻ ഈ √3/2 പകരം സൈൻ 60 റേഡിയൻ മെഷറിലാകുമ്പോൾ സൈൻ പൈ ബൈ 3 എന്ന് കൊടുത്തു. അതിലൊരു പ്രശ്നം, നമ്മൾ പഠിച്ച സൈൻ എക്സ് ഈക്വൽ സൈൻ വൈക്കകത്ത് ഈ നെഗറ്റീവ് ഇല്ല, ഈ നെഗറ്റീവ് ഇവിടുന്ന് മാറ്റണം. അതിന് നമ്മൾ റിഡക്ഷൻ ഫോമുല അപ്ലൈ ആണ്. സൈൻ പൈ പ്ലസ് തീറ്റ. പൈ ആകുമ്പം സെയിം, പൈ വരുമ്പം സെയിം ഫങ്ഷൻ. പൈ പ്ലസ് തീറ്റ തേർഡ് ക്വാർട്ടറിനാണ്. തേർഡ് ക്വാർട്ടറിൽ സൈൻ നെഗറ്റീവാണ്.
അന്നേരം സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ മൈനസ് സൈൻ തീറ്റയാണ്. അന്നേരം ഞാനിവിടെ മൈനസ് സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ ഓഫ് പൈ പ്ലസ് തീറ്റ എന്ന് കൊടുത്തു. അന്നേരം സൈൻ എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് പൈ പ്ലസ് പൈ ബൈ 3. പൈ പ്ലസ് പൈ ബൈ 3ക്ക് വരെ നമ്മൾ 4π/3 കൊടുത്തു. ഇപ്പം ഡയറക്റ്റ് ആണ്ട് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ഫോം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തുനിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ മാറ്റമൊന്നുമില്ല. വൈയുടെ ഇവിടെ നോക്കുകയാണ്, ഇവിടെ ചിലപ്പോൾ 2x വല്ലതുമാണെങ്കിൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് 2x കൊടുക്കാവും. ലെഫ്റ്റ് സൈഡിലെ ആംഗിളാണ് നമ്മൾ എക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, റൈറ്റ് സൈഡിലെ ആംഗിളാണ് വൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് -1/n ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 4π/3 ആണ്. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇനിയും പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കണം. ഇപ്പോൾ n 0 കൊടുക്കുമ്പോൾ 0π പ്ലസ് -1/0 ഇൻറ്റു 4π/3 വരും. അതാണ് ഇത് 0 ആയി പോകും. -1/0 1 ആണ്. 4π/3 നീട്ടും. ഇതാണ് ഒരു വാല്യൂ. പിന്നെ എന്നിന് 1 കൊടുത്ത് നോക്കുക, 2 കൊടുത്ത് നോക്കുക, ഇങ്ങനെ കൊടുത്ത് പോകണം. അന്നേരം അടുത്ത n 1 കൊടുക്കുമ്പോൾ ഇവിടെ പൈ വരും. -1/n വിച്ച് ഈസ് -4π/3 എന്ന് വരും. അത് കൊടുത്ത് നോക്കുമ്പോൾ എത്ര ചെക്ക് ചെയ്ത് നോക്കുക. 2 കൊടുത്ത് നോക്കുക, 3 കൊടുത്ത് നോക്കുക. അതിൽ 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കല്ല വരുന്നത്. കാരണം ഇവിടെ 1 കൊടുക്കുമ്പോൾ പൈ -4π/3 വരും. പൈ -4π/3 വരുമ്പം 3π - 4π -π/3 എന്നാണ് വരുന്നത്. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. 2 കൊടുക്കുമ്പോഴും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് 2π പ്ലസ് സംതിങ്, 2πയ്ക്ക് അപ്പുറത്തേക്ക് പോകും. പക്ഷേ n 3 കൊടുക്കുമ്പം നമുക്ക് ആൻസർ കിട്ടും 3π മൈനസ്, ഇവിടെ മൈനസ് വരും കാരണം -1 ക്യൂബ് മൈനസ് വരും, 4π/3 വരും. സിംപ്ലിഫൈ നോക്കിയാൽ എത്ര വരും നോക്കി. 3 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ 3 × 3 9π - 4π വിച്ച് ഈസ് 5π/3 എന്ന് വരും. അന്നേരം എന്നിന് 1 കൊടുത്താലും 2 കൊടുത്താലും നമുക്ക് കിട്ടുന്നത് 0യ്ക്കും 2πയ്ക്കും അകത്തല്ല. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. പ്രിൻസിപ്പൽ സൊല്യൂഷൻ്റെ പ്രത്യേകത 0 തൊട്ട് 2π വരെയുള്ള റീജിയനിലുള്ളതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ വിളിക്കുന്നത്. ഒരു n 0 കൊടുക്കുമ്പോൾ 4π/3 കിട്ടും, n 3 കൊടുക്കുമ്പോൾ 5π/3 കിട്ടും. ഈ രണ്ട് സൊല്യൂഷൻസാണ് പ്രിൻസിപ്പൽ സൊല്യൂഷനായിട്ട് മാറുന്നത്. ഇത് ശ്രദ്ധിക്കുക, നല്ലൊരു പ്രോബ്ലമാണ്. സൈൻ എക്സ് ഈക്വൽ -√3/2 എന്ന് പറയുമ്പോൾ നമ്മൾ സൈൻ എക്സ് ഈക്വൽ സൈൻ വൈ ഫോമിലാക്കി ആദ്യം ജനറൽ സൊല്യൂഷൻ എഴുതി n പൈ പ്ലസ് -1/n ഇൻറ്റു 4π/3, എന്നിട്ട് അതിൽ എന്നിന് വാല്യൂസ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചേക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ sin 2x മൈനസ് sin 4x പ്ലസ് sin 6x ഈക്വൽ 0 എന്നൊരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്തെ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെയുള്ള മാർഗ്ഗം 5 ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്. ആ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ഇപ്പോൾ ഇത് ആ ഫോമിലല്ല. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പരിചയമുള്ള ഐഡൻറ്റിറ്റീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2xും 6xും ഇത് രണ്ടൊന്ന് കമ്പൈൻ ചെയ്യാൻ പോവാണ്. sin 2 ഇത് അങ്ങോട്ട് മാറ്റി എഴുതാം. അതായത് sin 2x മൈനസ് sin 4x പ്ലസ് sin 6x ഈക്വൽ 0 എന്നുള്ളതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ sin 6x പ്ലസ് sin 2x മൈനസ് sin 4x ഈക്വൽ 0 എന്നാക്കി. ഇനി ആദ്യത്തെ രണ്ട് റേഷ്യോസ് ഇത് സം ഫോമിൽ വെച്ച് അപ്ലൈ ചെയ്യാൻ പോവാണ്. sin x പ്ലസ് sin y ഫോമാണ്. 2 sin x പ്ലസ് y/2 ഇൻറ്റു cos x മൈനസ് y/2 എന്ന് വരും. ലാസ്റ്റ് ടൈം തൽക്കാലം അതുപോലെ തന്നെ ഇട്ടു. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2 sin 4x cos 2x മൈനസ് sin 4x ഈക്വൽ 0 എന്നാവും. ഇത് 6 പ്ലസ് 2 8/2 4 വരും. ഇത് 6 മൈനസ് 2 4/2 എന്നും വരും. ഇനി ഈ രണ്ട് ടൈമിൽ നമുക്ക് sin 4x കോമൺ എടുക്കാം. sin 4x ഇൻറ്റു 2 cos 2x മൈനസ് 1 ഇസ് ഈക്വൽ 0 എന്നായി. ഇനി നമുക്ക് ആ ട്രിഗ്നോമെട്രിക് ഇക്വേഷനിലേക്ക് എത്തി തുടങ്ങി. നമുക്ക് ആകെ 5 എണ്ണമാണ് ഉള്ളത്. അതിലേതെങ്കിലും ഫോമിലേക്കാണ് ഇതിനെ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുമ്പം a ഇൻറ്റു ബി ഈക്വൽ 0 ഫോമാണ്. a ഇൻറ്റു ബി ഈക്വൽ 0 ആണെങ്കിൽ എയ്തർ a ഈക്വൽ 0 ഓർ b ഈക്വൽ 0. അത് ഇതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നുകിൽ sin 4x 0 ആയിരിക്കും, അല്ലെങ്കിൽ 2 cos 2x മൈനസ് 1 ഈക്വൽ 0 ആയിരിക്കും. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ പഠിച്ച ഡയറക്റ്റ് ഫോമിലെത്തി കഴിഞ്ഞു. sin x ഈക്വൽ 0 ഫോമിലെത്തി. എക്സിൻ്റെ സ്ഥാനത്ത് 4x ആണെന്നേ ഉള്ളൂ. ഇത് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. 2 cos 2x മൈനസ് 1 ഈക്വൽ 0 ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് പഠിച്ച ഫോമിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇത് sin 4x ഈക്വൽ 0 ആകുമ്പം അതിൻ്റെ സൊല്യൂഷൻ x ഇസ് ഈക്വൽ ടു n പൈ എന്നുള്ളതാണ്. അതിന് 4x ഇസ് ഈക്വൽ ടു n പൈ എന്ന് വരും. x ഇസ് ഈക്വൽ ടു n π/4 എന്നും വരും ആദ്യത്തെ സൊല്യൂഷൻ. രണ്ടാമത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. കണ്ടോ, ആദ്യത്തെ സൊല്യൂഷൻ ശ്രദ്ധിക്കുക. sin 4x ഈക്വൽ 0 എന്ന് വരുമ്പം 4x ഈക്വൽ ടു n പൈ ആൻഡ് x ഇസ് ഈക്വൽ ടു n π/4. അത് കംപ്ലീറ്റ് ആയി, സൊല്യൂഷൻ കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ 2 cos 2x മൈനസ് 1 ഈക്വൽ 0 എന്നുള്ളതാണ്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം നമുക്ക്. ആ 1 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി പ്ലസ് 1 ആയി. 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അതിന് 1/2 എന്ന് റൈറ്റ് സൈഡിൽ കിട്ടി. cos 2x is equal to 1/2
ഇനി ആ 1/2നെ നമ്മൾ കോസിലേക്ക് മാറ്റണം. കാരണം നമ്മൾ കോസിൻ്റെ രണ്ടെണ്ണമാണ് പഠിച്ചേക്കുന്നത്. ഒന്ന് കോസ് എക്സ് ഈക്വൽ 0, ഇതിപ്പോൾ ആ ഫോം അല്ല. രണ്ടാമത്തെ കോസ് എക്സ് ഈക്വൽ കോസ് വൈ, ആ ഫോമിലേക്ക് കൊണ്ടുവരണം. അത് നമ്മൾ ഈ 1/2നെയും കൂടെ കോസിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. cos 2x is equal to cos pi by 3 ആയി. cos x ഈക്വൽ cos വൈയുടെ സൊല്യൂഷൻ x is equal to 2n pi പ്ലസ് ഓർ മൈനസ് വൈ എന്നുള്ളതാണ്. എക്സിൻ്റെ സ്ഥാനത്ത് 2x കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് pi by 3 കൊടുക്കുക. അതിന് 2x is equal to 2n pi പ്ലസ് ഓർ മൈനസ് pi by 3. therefore x is equal to n pi പ്ലസ് ഓർ മൈനസ് pi by 6 വരും. ഇതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. ഇതിൽ രണ്ട് സൊല്യൂഷനായി. x is equal to n pi by 4 ഒരെണ്ണം, x is equal to n pi പ്ലസ് ഓർ മൈനസ് pi by 6 അടുത്തത്. ഇതോടെ നമ്മുടെ ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമ്മൾ രണ്ടുമൂന്ന് ഡിസ്കസ് ചെയ്തു. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് ഐഡൻറ്റിറ്റീസ് എല്ലാം കാണാൻ പഠിച്ചു വെക്കുക. കുറേ അധികം ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഒരു എക്സാം ഉണ്ട് ട്രിഗ്നോമെട്രിയുടെ. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നുകൂടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എക്സാമിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടെങ്കിൽ നമുക്ക്